കേട്ടവർ ഓടിക്കൂടി. ആർക്കും അത് വിശ്വസിക്കാനും കഴിഞ്ഞില്ല. സുദേവൻ്റെ വീടിൻ്റെ മുൻപിലത്തെ കിണറിൽ 3 പേർ കമർന്നു കിടക്കുന്നു. ആരാണെന്നറിയില്ല. വെള്ളം കോരുവാൻ വന്നൊരു സ്ത്രീയാണ് ഇത് കണ്ടത്. അവരവിടുന്ന് അലറിക്കരഞ്ഞുകൊണ്ട് അയൽവക്കത്തുള്ളവരെയൊക്കെയും വിളിച്ച് അവരുടെ വിവരം പറഞ്ഞു. കേട്ടവർ ഓടി ആ വീട്ടിലേക്ക് വന്നു. സുദേവൻ്റെയും രാധമ്മയുടെയും കുടുംബജീവിതത്തിൽ എപ്പോഴും താളപ്പിഴകളായിരുന്നു. അവർക്ക് 2 മക്കളുണ്ട്. അവരുടെ കുടുംബജീവിതം താറുമാറാകാൻ കാരണം സുദേവൻ്റെ മദ്യപാനമാണ്. സുദേവൻ നല്ലൊരു ടാപ്പിങ്ങുകാരനാണ്, റബ്ബർ വെട്ട് തൊഴിലാളി. പക്ഷേ കിട്ടുന്നതെല്ലാം കുടിച്ച് ഒരു തുരുമ്പ് വെളിവില്ലാതെ വീട്ടിൽ കയറി വരുള്ളൂ. വീട്ടിൽ കയറി വന്നാലോ വീട്ടിൽ പിന്നെ വഴക്കായി വക്കാണമായി. ഭാര്യയെ അയാൾ മർദ്ദിക്കുമായിരുന്നു. കുഞ്ഞുങ്ങളെ അയാൾ ഉപദ്രവിക്കുമായിരുന്നു. നാട്ടുകാരൊക്കെയും പല പ്രാവശ്യവും സുദേവനെ പറഞ്ഞ് വിലക്കി. നിങ്ങളുടെ ഈ ജീവിതം, നിങ്ങളുടെ ഈ മദ്യപാനം നിങ്ങളുടെ കുടുംബത്തെ തകർത്ത് കളയും. പക്ഷേ സുദേവനത് കേൾക്കുവാൻ മനസ്സിലായിരുന്നു. മദ്യപിച്ചില്ലെങ്കിൽ സുദേവന് നല്ല മനുഷ്യനാണ്. ഭാര്യയുടെയും മക്കളുടെയൊക്കെ നല്ല സ്നേഹമാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ സുദേവൻ്റെ സ്വഭാവം മാറും. ഇത് നാട്ടിലുള്ള നാട്ടുപ്രമാണികളൊക്കെയും വിളിച്ച് സുദേവനെ വളരെയേറെ ഗുണദോഷിക്കുകയും ശകാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം സുദേവൻ പറയും, ഇനി ഞാൻ മേലിൽ അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറയും. പക്ഷേ സുദേവൻ മദ്യപിച്ചു കഴിഞ്ഞാൽ സുദേവനല്ലാതെയും മാറും. എത്ര കിട്ടിയാലും അത് തികയത്തില്ലായിരിക്കും. കുടിച്ച് മത്ത് പിടിച്ചാണ് വീട്ടിൽ കയറി വരുന്നത്. അതുകൊണ്ട് രാധമ്മ മറ്റുള്ള വീട്ടിൽ പണിക്ക് പോയി ആ കിട്ടുന്ന കാശ് കൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നത്. പക്ഷേ സുദേവന് കുടുംബം എന്ന് പറഞ്ഞ യാതൊരു ഉത്തരവാദിത്വവുമില്ല. വീട്ടിൽ കുടി കഴിഞ്ഞ് കയറി വരുമ്പോൾ വീട്ടിൽ പ്രശ്നങ്ങളും ബഹളങ്ങളുമാവും. അങ്ങനെ ഇത് നിത്യ ഒരു പതിവായി. അന്നും രാവിലെ സുദേവൻ ടാപ്പിങ്ങിന് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അയൽവക്കത്തുള്ളവർ ചോദിച്ചു, ഇന്നെന്താടാ ഇന്നലെ പ്രശ്നങ്ങളും ബഹളങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, എന്ത് പറ്റി, മദ്യപാനം നിർത്തിയോ? സുദേവൻ പറഞ്ഞൊരു മറുപടി, അവളും കുഞ്ഞുങ്ങളോട് അവിടെ വീട്ടിൽ പോയി കാണും. സുദേവൻ ഒന്നും അറിയാത്തവരെ പോലെ രാവിലെ ജോലിക്ക് കടന്നുപോയി. അല്പം കഴിഞ്ഞപ്പോഴാണ് അയൽവക്കത്തെ വീട്ടിലെ സ്ത്രീയെ വെള്ളം കോരുവാൻ വേണ്ടി വന്നത്. അവരാണ് ഈ കാഴ്ച കണ്ടത്. പെട്ടെന്ന് നാട്ടുകാരൊക്കെ ഓടിക്കൂടി. അധികാരപ്പെട്ടവർ വന്നു. അവർ ആ കിണറ്റിൽ കിടക്കുന്ന ആ 3 പേരെയും അവർ കരയ്ക്കെടുത്തു. കണ്ടവർ ഞെട്ടിപ്പോയി. അത് രാധമ്മയും 2 മക്കളുമായിരുന്നു. ഇവിടെ അധികാരപ്പെട്ടവർ വന്ന് സുദേവനോട് ചോദ്യം ചെയ്തു. അവസാനം സുദേവൻ വിവരം പറഞ്ഞു. അന്ന് തലേദിവസം വൈകിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന ആഹാരത്തിൽ മാരകമായ വിഷം ചേർത്തിരുന്നു. ഭാര്യയോടും മക്കളോടും വളരെ സ്നേഹമായിട്ട് പെരുമാറിയ സുദേവൻ ഇത് ഭാര്യയ്ക്കും മക്കൾക്കും കൊടുത്തു. ഇത് കഴിച്ച് അല്പം കഴിഞ്ഞപ്പോൾ അവർ ആ വീടിനുള്ളിൽ പിടഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്ന സുദേവൻ അവരുടെ 3 പേരെയും എടുത്ത് ആ കിണറ്റിലിടുകയായിരുന്നു. അങ്ങനെയാണ് രാധമ്മയും കുഞ്ഞുങ്ങളും ആ കിണറ്റിൽ കാണുവാനിടയായത്. സുദേവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് വർഷങ്ങളായിട്ടും സുദേവൻ ജയിലിലാണ്. ആ വീടിൻ്റെ അവസ്ഥ അതിഭയങ്കരമാണ്. ഒരു മനുഷ്യൻ്റെ അവസ്ഥ, ഒരു കുടുംബത്തിൻ്റെ പതനം.